അമ്മിണിപുരത്തെ ചെങ്ങാതിമാർ. അമ്മിണിപുരം എന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിലായിരുന്നു നമ്മുടെ കഥാനായകനായ പൂവൻ കോഴി താമസിച്ചിരുന്നത്. അവൻ മാത്രമല്ല, അവന്റെ കൂട്ടുകാരായ മറ്റു കോഴികളും കാവലനായിട്ടുള്ള പട്ടിസാറും അവിടെ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ ചിറകുകളും പൂവൻ കിരീടവും ആരും കണ്ടാൽ നോക്കി നിന്നു പോകുന്ന വളഞ്ഞ അങ്കവാലികളുമൊക്കെയായി കൂട്ടത്തിലെ സുന്ദരനായിരുന്നു പൂവൻ കോഴി. സൗന്ദര്യം മാത്രമല്ല, നല്ല ആരോഗ്യവാനും ബുദ്ധിമാനുമായിരുന്നു അവൻ. കൂട്ടുകാരായ പട്ടിസാറും പൂവനും ഇടയ്ക്കിടെ തമാശകളും വിശേഷവുമെല്ലാം പറഞ്ഞ് സമയം ചിലവഴിക്കാറുണ്ട്. കൂടെ കൂടെ പുറത്തു ചുറ്റിവരുന്ന പട്ടിസാറിന്റെ യാത്രാ വിവരണമാണ് അവരുടെ മുഖ്യ സംസാര വിഷയം. അങ്ങനെ ഒരു ദിവസം പട്ടിസാറും പൂവനും സംസാരിച്ചിരിക്കുമ്പോൾ പട്ടിസാർ പറഞ്ഞു, ഇന്നലെ ഞാൻ നടന്ന് അകലെയുള്ള ഒരു കുന്നിൻ ചെരുവിൽ പോയി. ഹോ, എന്ത് രസമാ അവിടെ കാണാനെന്നറിയാമോ? നിറയെ പൂക്കളുള്ള ഒരു ചെറു വഴിയിലൂടെ നടന്ന് ഒരു അതിമനോഹരമായ കാട്ടിലാണ് ഞാൻ എത്തിയത്. അവിടുത്തെ മരങ്ങളുടെ ഇലകൾ പോലും കണ്ണിന് കുളിർമയേകും വിധം വർണ്ണങ്ങളുള്ളതാണ്. ചെറിയ ചെറിയ കാട്ടരുവികളും പൂക്കളും, ആഹാ, തിരിച്ചു വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പട്ടിസാർ ഇത് വിവരിക്കുമ്പോൾ ഒരു മായാലോകം കണ്ടെന്ന പോലെ പൂവൻ അതിലിങ്ങനെ മുഴുകിയിരുന്നു. എടാ, നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? പട്ടിസാറിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ പൂവൻ കോഴി ഒരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന പോലെ തിരിച്ചു വന്നു. ഓ, ഉണ്ടുണ്ട്, കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ ആ കാട്ടിലേക്ക് പോകുന്നതൊന്ന് ആലോചിച്ചു പോയതാ. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. എനിക്കും അവിടം വരെ ഒന്ന് പോകണം. ഞാൻ ഇതുവരെ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. പൂവന്റെ ഈ ആഗ്രഹം കേട്ടതും പട്ടിസാർ പറഞ്ഞു, അയ്യോ, അതൊരു നല്ല ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ കാട്ടിൽ നിറയെ കുറുക്കന്മാരുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. നീ അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. പട്ടികളെ അവർക്ക് പണ്ട് തൊട്ടേ പേടിയായതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് അവന്മാർ വരില്ല. ഞങ്ങളെ കാണുമ്പോൾ തന്നെ കുറുക്കന്മാർ ഓടി ഒളിക്കും. ഇത്രയും പറഞ്ഞ് വാലാട്ടിക്കൊണ്ട് പട്ടിസാർ ഉമ്മറപ്പടിയിലേക്ക് പോയി. പട്ടിസാർ വിവരിച്ച ആ മനോഹരമായ കുന്നിൻ ചെരുവും കാടും മാത്രമായിരുന്നു പൂവന്റെ മനസ്സിൽ. കൗതുകം ഒരല്പം കൂടുതലുള്ള പൂവൻ കാട്ടിൽ കൂടെ താൻ ആടിപ്പാടി നടക്കുന്നതും സ്വപ്നം കണ്ട് മറ്റു കോഴികളുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൂവൻ വീടിന്റെ മുകളിലേക്ക് പറന്നു കയറി. ഇനി അല്പസമയം ഇവിടെ ഇരുന്ന് ഇളം കാറ്റുകൊള്ളാം. ഒരു കൂവലും പാസാക്കി അവൻ അവിടെ ഇരിപ്പായി. തന്റെ വീടിന്റെ ചുറ്റുപാട് നിരീക്ഷിക്കുന്നതിന്റെ ഇടയിലാണ് കുറച്ച് ദൂരെയായി ഒരു കുന്നിൻ ചെരുവും കാടും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓ, ഇതായിരിക്കും നമ്മുടെ പട്ടിസാർ പറഞ്ഞ ആ മനോഹരമായ കാട്. അകലെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുത്ത് കണ്ടാൽ എത്ര സുന്ദരമായിരിക്കും. അവിടേക്ക് പോകാനുള്ള ആഗ്രഹം പൂവന്റെ മനസ്സിൽ ഉദിച്ചു. ഇപ്പോഴാണെങ്കിൽ പറ്റിയ സമയമാണ്. യജമാനനും ഭാര്യയും വീട്ടിലില്ല. അവർ സന്ധ്യ ആവുമ്പോഴേ ഇനി വീട്ടിൽ വരൂ. ഇപ്പോൾ ഇറങ്ങിയാൽ കാടെല്ലാം കറങ്ങി കണ്ടിട്ട് വൈകുന്നേരമാകുമ്പോഴേക്കും തിരികെ വരാം. കുറേ നാളായി താൻ സ്വപ്നം കണ്ടു നടക്കുന്ന ആ കുന്നിൻ ചെരുവിലേക്ക് കറങ്ങാൻ പോകാൻ തന്നെ പൂവൻ തീരുമാനിച്ചു. കൂടെയുള്ള കോഴികളോടും പട്ടിസാറിനോടും യാത്ര പറയാൻ നിൽക്കാതെ അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് അവൻ കുന്നിൻ ചെരുവിനെ ലക്ഷ്യമാക്കി നടത്തം ആരംഭിച്ചു. പട്ടിസാർ പറഞ്ഞു കേട്ടപ്പോൾ, ഞാൻ വിചാരിച്ചതിലും ഭംഗിയുണ്ട് ഈ വഴികളും പൂക്കളുമെല്ലാം. ഹോ, വരാൻ തീരുമാനിച്ചത് ഏതായാലും നന്നായി. വഴിയിലെ മനോഹര കാഴ്ചകൾ അവനെ വല്ലാതെ ഹരം കൊള്ളിച്ചു. പലതരത്തിലുള്ള ധാന്യമണികൾ അവൻ അവിടെ നിന്നും ഭക്ഷിച്ചു. പറഞ്ഞു കേട്ടു മാത്രം പരിചയമുള്ള പല സ്ഥലങ്ങളും അവൻ നടന്ന് കണ്ടു. കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നടന്ന് സമയം പോയത് പൂവൻ കുറേ ദൂരം പിന്നിട്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. അയ്യോ, ഇനിയിപ്പോൾ തിരിച്ചുപോയാൽ വീട്ടിലേക്ക് എത്തും മുമ്പ് തന്നെ ഇരുട്ടാകും. സുരക്ഷിതമായി എവിടെയെങ്കിലും കയറിയിരുന്നിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ വീട്ടിലേക്ക് പോകാം. അങ്ങനെ കയറിയിരിക്കാൻ ഉയരമുള്ള ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് പൂവൻ പറന്നു കയറി. രാത്രിയിലെ കാടിന്റെ മനോഹാരിതയെല്ലാം പൂവൻ കണ്ടു രസിച്ചു. കുന്നിൻ ചെരുവിൽ പതിക്കുന്ന നിലാവും കാട്ടിലെ മരങ്ങളുടെ കുളിർമയും ഒക്കെ ആസ്വദിച്ചിരുന്ന് അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. കാട്ടിലെ ഇരുട്ടുമാറി. നേരം പതിയെ വെളുത്തു തുടങ്ങി. പൂവൻ പതിവ് പോലെ എഴുന്നേറ്റ് അവന്റെ 2 ചിറകുകളും അടിച്ച് തല ഉയർത്തി ഒരൊറ്റ കൂവൽ. പെട്ടെന്നാണ് അവന് സ്ഥലകാലബോധം വന്നത്. ഞാൻ ഇന്നലെ വീട്ടിലല്ലല്ലോ, കാടിനുള്ളിലെ ഈ മരത്തിലല്ലേ ഉറങ്ങിയത്? കൂവിയത് മണ്ടത്തരമായോ? ഇതേ സമയം ആ കാട്ടിലെ മാളത്തിൽ കിടന്നുറങ്ങിയിരുന്ന കുറുക്കൻ പൂവന്റെ കൂവൽ കേട്ടു. ഇതേതാ, ഞാനറിയാതെ ഈ കാട്ടിലൊരു കോഴി.
കൂവൽ കേട്ട സ്ഥലം ലക്ഷ്യമാക്കി പൂവന്റെ മണം പിടിച്ച് കുറുക്കൻ പൂവൻ ഇരുന്ന മരത്തിന്റെ താഴെ ഓടിയെത്തി. മുകളിലേക്ക് നോക്കിയപ്പോൾ പൂവനെ കണ്ടതും കുറുക്കന്റെ വായിൽ വെള്ളമൂറി. ഇത്രയും ഭംഗിയുള്ള ഒരു കോഴീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രുചിയായിരിക്കും ഇവനെ കഴിക്കാൻ. എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് ഇവനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. കുറുക്കൻ ഉള്ളിൽ തീരുമാനിച്ചു. കുറുക്കനെ താഴെ കണ്ടതും പൂവനൊന്നു ഞെട്ടി. പെട്ടെന്ന് തന്നെ യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ കുറുക്കൻ പൂവന് മുന്നിൽ സൗഹൃദം നടിച്ചു. താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്നെ കണ്ടപ്പോൾ തന്നെ നീയുമായി ചെങ്ങാത്തം കൂടി കാട്ടിലൂടെ നടക്കാൻ തോന്നുന്നു. നീ എന്തിനാണ് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വാ. കുറുക്കന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പൂവൻ അപകടം മണത്തു. എന്നാലും അത് മുഖത്ത് കാണിക്കാതെ അവൻ പറഞ്ഞു, ഞാൻ ഈ കാടൊക്കെ ഇവിടെ ഇരുന്ന് കാണുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞാൽ ഇനി വീട്ടിൽ പോണം. പൂവനെ താഴെ ഇറക്കാൻ കുറുക്കൻ പല വിദ്യകളും പയറ്റി നോക്കിയിട്ടും പരാജയപ്പെട്ടു. അങ്ങനെ കുറുക്കന്റെ കൂർമ്മ ബുദ്ധിയിൽ തോന്നിയ അവസാന അടവ് പയറ്റി നോക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്നിട്ട് വളരെ വിഷമത്തോടുകൂടി മുകളിലേക്ക് നോക്കി പറഞ്ഞു, എനിക്കൊരു അമ്മൂമ്മയുണ്ട്. പ്രായമായി മരണക്കിടക്കയിൽ കിടക്കുന്ന അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പൂവനോട് സംസാരിക്കുക എന്നതാണ്. നീ ഒന്ന് വന്നാൽ അവർക്ക് ഒരുപാട് സന്തോഷമാകും. പ്രായമായവരുടെ ഒരു ആഗ്രഹമല്ലേ, നിനക്ക് എൻ്റെ വീട് വരെ ഒന്ന് വന്നൂടെ? കുറുക്കൻ കൗശലത്തോടെ പൂവനോട് ചോദിച്ചു. കുറുക്കൻ തന്നെ എന്തു വന്നാലും വിടാൻ മട്ടില്ല. ഇവൻ പോകാതെ താഴെ ഇറങ്ങാനും പറ്റില്ല. ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് പൂവന് ബോധ്യമായി. അപ്പോഴാണ് പൂവൻ ഒരു യുക്തി തോന്നിയത്. അയ്യോ, പ്രായമായ മുത്തശ്ശിയുള്ള വീടാണോ? എനിക്ക് വളരെ ഇഷ്ടമാണ് അവരെയെല്ലാം കാണുന്നത്. എൻ്റെ കൂടെ കുറച്ചുകൂടെ കോഴികളുണ്ട് വീട്ടിൽ. നമുക്ക് ഒരുമിച്ച് പോയി അവരെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നാലോ? അവർക്കും വളരെ ഇഷ്ടമാണ് പ്രായമായവരെ. ഇത് കേട്ടതും കുറുക്കന് സന്തോഷമായി. ഒരു ദിവസത്തെ ഭക്ഷണത്തിനു പകരം ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഭക്ഷണം എനിക്ക് ഒരുമിച്ച് കിട്ടാൻ പോകുന്നു. വാ, എന്നാൽ പെട്ടെന്ന് തന്നെ പോയി കൂട്ടുകാരെ എല്ലാം വിളിച്ച് നമുക്കൊരുമിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ പൂവനും കുറുക്കനും വീട്ടിലേക്ക് യാത്രയായി. യാത്രാമധ്യേ കുറുക്കൻ തന്നെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് പൂവൻ ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. കുറുക്കനാണെങ്കിൽ ഒരുപാട് കോഴികളെ ഒരുമിച്ച് കിട്ടുമെന്ന ദിവാസ്വപ്നവും കണ്ട് ഉല്ലസിച്ച് നടപ്പായി. അങ്ങനെ അവർ നടന്ന് പൂവന്റെ വീട്ടിലെത്തിയതും പൂവൻ പറന്നു വീടിന്റെ ഉയരമുള്ള മതിലിലേക്ക് കയറിയിരുന്നു. സൂത്രശാലിയായ കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് പൂവൻ അപകട സൂചന നൽകും വിധം ഒരു കൂവലും പാസാക്കി. അതു കേട്ടതും ഉമ്രപ്പടിയിൽ ചുരുണ്ടുകിടന്നുറങ്ങിയിരുന്ന പട്ടിസാർ ചാടി മതിലിന്റെ പുറത്തെത്തി. പട്ടിയെ കണ്ടതും കുറുക്കൻ പേടിച്ചു വിറച്ചു. തനിക്ക് കോഴിയും വേണ്ട അമ്മൂമ്മയും വേണ്ട എന്നും പറഞ്ഞ് ജീവനം കൊണ്ട് ഓടാനൊരുങ്ങി. അപ്പോഴേക്കും പട്ടിസാർ കുറുക്കന്റെ മുതുകിൽ ഒരു കടി കൂടി പാസാക്കിയിരുന്നു. ജീവനം കൊണ്ട് ഓടുന്നതിന്റെ ഇടയിൽ താൻ ഇനി ഒരിക്കലും ഈ വഴിയിലേക്ക് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറുക്കൻ കാട്ടിലേക്ക് പാഞ്ഞു. കുറുക്കന്റെ പാച്ചില് കണ്ട് പൂവനും പട്ടിസാറും നിർത്താതെ ചിരിച്ചു.